ഹലോ പീപ്സ്. കൂലി ഫാൻ ഷോ, രാത്രിയിലത്തെ ഫാൻ ഷോ കണ്ട് തിരിച്ചു വരുന്ന വഴിയാണ്. ഏർലി മോർണിംഗ് ഫാൻ ഷോ കാണാൻ പറ്റില്ല, അതുകൊണ്ട് രാത്രിയിലത്തേക്ക് ഉള്ള ഷോയ്ക്ക് പോയി. ഒരു ടിപ്പിക്കൽ രജനി പടത്തിൽ ലോകേഷ് കനകരാജിൻ്റെ സ്ഥിരം ഐറ്റംസായ കത്തിക്കുത്ത്, മെഷീൻ ഗൺ, കോടാലി, മഴു, മറ്റു മാരകായുധങ്ങളൊക്കെ അടങ്ങിയ വൻപിച്ച ട്വിസ്റ്റുകളൊക്കെ ഉള്ള ഒരു പക്ക മസാല മാസ് എൻ്റർടൈനറാണ്. പടം അടിപൊളിയായിട്ടുണ്ട്, നല്ല രസമുണ്ട് കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അനിരുദ്ധിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഫസ്റ്റ് ഹാഫിൽ ഭയങ്കര നൈസാണ്. സെക്കൻഡ് ഹാഫിൽ വരുമ്പോൾ നമുക്ക് എവിടേക്കോ കേട്ടുമറന്ന ചില പാട്ടുകളുടെ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളുടെ ഒക്കെ ഒരു ചായ തോന്നുമെങ്കിലും സംഭവം അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ശ്രുതി ഹാസൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പുള്ളിക്കാരത്തിൻ്റെ ബാക്കി പടങ്ങളിലൊക്കെ അഭിനയം വെച്ച് നോക്കുമ്പോഴത്തേനും വളരെ ഉയർന്ന നിലവാരത്തിലുള്ളൊരു അഭിനയമാണ് ഇതിനകത്ത് കാഴ്ചവെച്ചിരിക്കുന്നത്. പിന്നെ സൗബിനെ കുറിച്ച് പറയണ്ടല്ലോ, നല്ല അടിപൊളി ഒരു കിടലോത്സ്കി വില്ലൻ. രജനികാന്തിൻ്റെ സ്ക്രീൻ സ്പേസിൻ്റെ അത്രയും തന്നെ ഏറെക്കുറെ സൗബിനും ഉണ്ട്. അടിപൊളിയായിട്ടുണ്ട് സൗബിൻ. ഇത്രയും വലിയ സ്റ്റാർ കാസ്റ്റ്, ഇപ്പോൾ നാഗാർജുന, ഉപേന്ദ്ര, ആമിർ ഖാൻ ഇവരൊക്കെ ഉണ്ടായപ്പോഴത്തേനും നമ്മളല്ല ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ പടം ഇങ്ങനെ കയ്യിൽ നിന്ന് പോകാറുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സ്റ്റാർസ് ഉള്ളപ്പോഴത്തേനും പടം ചെറുങ്ങനെ കയ്യിൽ നിന്ന് പോകാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ ഇതിനകത്ത് നൈസായിട്ടുള്ള പ്ലേസ്മെൻ്റ് ആണ് എല്ലാവർക്കും കിട്ടിയിട്ടുള്ളത്. എല്ലാവരും നല്ല സൂപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ആമിർ ഖാൻ ഒരു ചെറിയ പോർഷൻ ഉള്ളെങ്കിൽ പോലും നല്ല അടിപൊളിയായിട്ടാണ് പുള്ളീനെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. കാണാനൊക്കെ ഭയങ്കര വേറെ തന്നെ ഒരു ലുക്കിലേക്കാണ് പുള്ളി വന്നിട്ടുള്ളത്. പിന്നെ തലൈവരുടെ കാര്യം പറയണ്ടല്ലോ, ഹി ഓൾവേസ് സ്റ്റീൽ ദ ഷോ. അതേമാതിരി തന്നെയാണ് ഈ പടത്തിലും. പുള്ളി നല്ല സ്റ്റൈലും സ്വാഗും ഒക്കെ നന്നായിട്ടുണ്ട്. പിന്നെ ഒത്തിരി ട്വിസ്റ്റുകളൊക്കെ ഉണ്ട് ഈ പടത്തിൽ. ഫൈറ്റ് സീക്വൻസ് നിറയുണ്ട്. സെക്കൻഡ് ഹാഫിൽ ചെറിയൊരു ലാഗ് നമുക്ക് ഫീൽ ചെയ്യും. കാര്യം 3 മണിക്കൂറുണ്ട് പടം. എന്ന് വെച്ചാലും മൊത്തത്തിൽ നോക്കുമ്പോഴത്തേനും വല്ലാതെ വലിപ്പിച്ചിട്ടൊന്നുമില്ല. കണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു സിനിമയാണ്. നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടു എന്ന് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും അയ്യോ കാണേണ്ടിയിരുന്നില്ല എന്ന് ഒരിക്കലും തോന്നില്ല. നല്ലൊരു എൻ്റർടൈനറാണ്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ ധൈര്യമായിട്ട് പോയി കാണുക.